അമേരിക്കയുടെ ചുവട് പിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് യുകെയും ഒരുങ്ങുമ്പോൾ ആശങ്കയിലാവുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 800 ആളുകളെയാണ് യുകെ നാടുകടത്തിയത് എന്നാണ്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥി വിസകളിൽ യുകെയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം നിരവധിയാണ്. ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെന്റ് ആണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യ റെസ്റ്റോറന്റുകൾ, നെയിൽ ബാറുകൾ, കടകൾ, കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃത ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി അവേറ്റ് കൂപ്പറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ മുൻവർഷത്തേക്കാൾ അധികം അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട്. 828 കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 609 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തിരുന്ന 4 പേരെ പിടികൂടിയതായാണ് വിവരം കിട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും മുൻവർഷത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. കുടിയേറ്റ നിയമങ്ങൾ അനുസരിക്കാനും നടപ്പിലാക്കാനും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഏറെ നാളുകളായി അനധികൃതമായി കുടിയേറുന്ന ആളുകളെ തൊഴിലുടമകൾ ചൂഷണം ചെയ്യുന്നത് തുടരുകയാണ്. എൻഫോഴ്സ്മെന്റിന്റെ നടപടികൾക്ക് വിധേയമാകാത്തതിനാൽ നിരവധി ആളുകൾ നിയമവിരുദ്ധമായി എത്തുകയും ജോലിയെടുക്കുകയും ചെയ്യുന്നതായും കൂപ്പർ അറിയിച്ചിട്ടുണ്ട്. ജീവൻ പോലും അപായപ്പെടുത്തി രാജ്യത്തെത്തി ജോലി ചെയ്യുന്ന ആളുകൾ കുടിയേറ്റ സംവിധാനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും പോലും വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യം കർശന നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിൽ പ്രധാനമന്ത്രി കെയ്മർ സ്റ്റാർമിനുമേൽ വലിയ സമ്മർദ്ദമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് യുകെയിൽ എത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായി 4 ചാർട്ടേഡ് വിമാനങ്ങളിൽ 800 ആളുകളെ രാജ്യത്തു നിന്ന് നീക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. യുകെയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലായാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. യുകെയിൽ നിന്ന് നാടുകടത്തിയ ആളുകളിൽ മയക്കുമരുന്ന്, മോഷണം, ലൈംഗിക കുറ്റകൃത്യം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തിയവരുമുണ്ട് എന്നാണ് ബ്രിട്ടനിലെ അധികൃതർ നൽകുന്ന വിവരം. ലേബർ പാർട്ടി അധികാരത്തിൽ എത്തിയ ശേഷം 19,000 ആളുകളെ നാടുകടത്തി എന്ന് തെളിയിക്കുന്നതിന് ആദ്യമായി ഇത്തരക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. അനധികൃതമായ ആളുകൾ ബ്രിട്ടനിൽ എത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര ക്യാമ്പയിനുകളും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. കുടിയേറ്റത്തിന്റെ പേരിൽ ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഈ നിയമം. വിയറ്റ്നാം, ആൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നൽകുന്നുമുണ്ട്. യുകെയിലേക്ക് അനധികൃതമായി എത്തുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇത്തരം പരസ്യങ്ങളുടെ പ്രമേയം. കൂടാതെ യുഎസിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കുടിയേറ്റ ജനസംഖ്യയിൽ ഒന്നായ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ നിയന്ത്രിക്കാൻ 150 വർഷത്തിലേറെ നിലനിൽക്കുന്ന ഒരു നയമായ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു. US സെൻസസ് അനുസരിച്ച് 4.8 ദശലക്ഷത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാർ US താമസിക്കുന്നുണ്ട്. അവരിൽ ഒരു പ്രധാന അനുപാതം US ജനിച്ചവരും ജന്മാവകാശം കാരണം അമേരിക്കയിൽ പൗരത്വം നേടിയവരുമാണ്. US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ. ജന്മാവകാശ പൗരത്വ നയം മാറിയാൽ F1 വിസകളിലോ മറ്റു കുടിയേറ്റേതര വിസ വിഭാഗങ്ങളിലോ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ US പൗരത്വം ലഭിക്കാതിരിക്കും. ഇത് ബിരുദാനന്തരം US തുടരാൻ ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇത് തന്നെയാവും യുകെ ലക്ഷ്യം വെക്കുന്നത്.